കനത്ത മഴയെ തുടർന്ന് വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട് എങ്കിലും മഴ ഉണ്ടാക്കിയ ദുരിതത്തിന് കുറവൊന്നുമില്ല. ഇടുക്കി, കോട്ടയം ജില്ലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിരിക്കുന്നു. പൂഞ്ഞാർ തെക്കേക്കരയിൽ ഉരുൾപൊട്ടലിൽ 2 മരണം ഉണ്ടായിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മഴ സംബന്ധിച്ച വിവരങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തത്സമയം ഈ മഴ ദുരിതം റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ ഇടങ്ങളിലും ഉണ്ട്. താമരശ്ശേരി ചുരം വഴിയുള്ള വയനാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കണം എന്ന് പോലീസ് നിർദ്ദേശം നൽകി. ദേശീയപാതയിൽ ഈങ്ങാപ്പുഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കനത്ത മഴയിൽ ചാലിപ്പുഴയിൽ അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ഇന്നത്തെ മലബാർ റിവർ ഫെസ്റ്റിവൽ കയാക്കിംഗ് മത്സരങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഹുൽ KV വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്ന് കോഴിക്കോട് ജില്ലയുടെ മലയോര ഭാഗങ്ങൾ, വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ ഉള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തെല്ലാമാണ് വിവരങ്ങൾ? അഭിലാഷ്, മഴ ഒരു സെക്കൻഡ് പോലും തോരാത്ത രീതിയിലാണ് പെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഈങ്ങാപ്പുഴയിൽ നിന്നാണ്. ദേശീയപാതയിലാണ് ഇത്രയും വലിയ വിധത്തിൽ വെള്ളം കയറിയിട്ടുള്ളത്. ഒരു അരയാളുടെ അത്രയും അടി വെള്ളം ദേശീയപാതയിൽ തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായും നിലച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. ഈങ്ങാപ്പുഴ അങ്ങാടിയിലാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾ ഈ നടന്നു പോകുമ്പോൾ തന്നെ എത്രത്തോളം വെള്ളമുണ്ട് എന്ന് കൃത്യമായി കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. ഒരുപാട് കടകളുണ്ട്. കടകളിലേക്കെല്ലാം തന്നെ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വ്യാപാരികൾ ചേർന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം നനഞ്ഞു പോകുന്ന ഒരവസ്ഥ കൂടിയാണ്. ഏതായാലും ജില്ലയിൽ എല്ലായിടത്തും, അതായത് നഗര, മലയോര, ഗ്രാമ വ്യത്യാസമില്ലാതെയാണ് മഴ അത്രയും ശക്തമായി തന്നെ പെയ്തുകൊണ്ടേയിരിക്കുന്നത്. താമരശ്ശേരി ചുരത്തിൻ്റെ കാര്യം പറഞ്ഞത്, ചുരത്തിലേക്ക് പോകണമെങ്കിൽ ഈ വഴിയാണ് വാഹനങ്ങൾക്ക് പോകേണ്ടത്. പക്ഷേ ഇവിടെ വെച്ച് തന്നെ ഗതാഗതം ഇനി അങ്ങോട്ടേക്ക് സാധ്യമല്ല എന്ന രീതിയിലുള്ളതാണ് അവസ്ഥ. മറ്റു വഴികളിലൂടെ എത്തിക്കഴിഞ്ഞാലും ചുരത്തിൽ ഈ മണ്ണിടിയാനൊക്കെയുള്ള സാധ്യതയുള്ളത് കൊണ്ട് പരമാവധി അത്ര അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന ഒരു മുന്നറിയിപ്പാണ് ഈ ഇരു ജില്ലകളിലെയും, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്നുള്ള ദുരന്ത നിവാരണ അതോറിറ്റികൾ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിലായി ഈ വെള്ളക്കെട്ടിന് പുറമെ വിവിധ ഇടങ്ങളിലായി മതിലിടിഞ്ഞ് വീണിട്ടുള്ള അപകടമുണ്ട്. ഇവിടെ ഈങ്ങാപ്പുഴയിൽ തന്നെ തൊട്ടപ്പുറത്തായി, നമ്മളൊക്കെ അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, വെള്ളത്തിലൂടെ വേണം പോകാൻ. അവിടെ വീടുകളിലേക്ക് അടക്കം വെള്ളം കയറി എന്നുകൂടി നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം മലബാർ റിവർ ഫെസ്റ്റിവൽ നടന്നു വരികയായിരുന്നു. ചാലിപ്പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇന്ന് നടക്കേണ്ടിയിരുന്ന കയാക്കിംഗ് മത്സരങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്നാണോ വെള്ളം കയറിയത് ഇവിടെ? രാവിലെ ഒരു 6:30 വെള്ളം കയറിയത്. പിന്നെ ശക്തമായ മഴയാണ്. ഇപ്പോഴും മഴ ചോരുന്നില്ലല്ലോ. ഇത്ര അളവിൽ കയറാറുണ്ടോ? 2018 പ്രളയത്തിൽ ഇങ്ങനെ ഒരു വെള്ളം കയറിയിട്ടുണ്ട്. പ്രളയ സമാനമാണ്. അതെ, പ്രളയ സമാനം. റെഡ് അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. അതിനനുസൃതമായി തന്നെ മഴ ഒരു നിമിഷം പോലും തോരാത്ത രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ അവസ്ഥ. എന്തോ ഇതൊരു ക്ലിനിക്കാന്നറിയാം, ഒരു ക്ലിനിക്കാന്നറിയാം. ആ ക്ലിനിക്ക് അവിടെയും കംപ്ലീറ്റ് വെള്ളം കയറി. കണ്ടമാണ്, എല്ലാ സ്ഥലത്തും ഫുള്ള് വെള്ളമാണ്. അതിനകത്തുനിന്ന് ഉപകരണങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റിയോ? കുറേ സാധനങ്ങളൊക്കെ മാറ്റി. പക്ഷെ ഒരുപാട് സാധനങ്ങൾ മാറ്റാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. പൊതു അവസ്ഥ എങ്ങനെയുണ്ട് ഈ മേഖലയെ സംബന്ധിച്ച്? ഒറ്റ വാഹനങ്ങളും പുറത്തേക്ക് വിടുന്നില്ലല്ലോ. ഒരു ആംബുലൻസ് വരെ കടത്തി വിടാൻ പറ്റുന്നില്ലല്ലോ. ഇന്നിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട എന്തൊരു കുഞ്ഞിനെ ഇതാക്കേണ്ടിയിട്ട്, ചെറിയൊരു കുട്ടീനെ അതുവരെ പിന്നെ ഇവിടുത്തെ പോലീസൊക്കെ ഇടപെട്ടിട്ടാണ് ഇപ്പം കൊണ്ടുപോയത്. ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള കണ്ടീഷനാക്കിയിരിക്കും. ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുമോ? ആശുപത്രിയിൽ എത്തിച്ചെന്ന് പറഞ്ഞു. പോലീസുകാരൊക്കെ ആയിട്ട് ഇവിടെ ഇതായിരുന്നു എന്ന് പറഞ്ഞു. അത് തന്നെയാണ്, ഒരു ആംബുലൻസിന് പോലും കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ദേശീയപാതയിൽ ഇങ്ങനെ വെള്ളം ഉയർന്നു നിൽക്കുകയാണ്. എന്താ പറയാ, എന്താ അവസ്ഥ? ഇന്ന് രാവിലെ ഞങ്ങൾ നോളജ് സിറ്റിയിലേക്കുള്ള യാത്രയിലായിരുന്നു. അവിടുന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ വെള്ളപ്പൊക്കമുള്ള വിവരം അറിയുന്നത്. അങ്ങനെ വഴിതിരിച്ച് മറ്റുള്ള വഴി തിരിച്ച് പോയതാണ്. 22 കൂടി കൈതപ്പൊയിലേക്ക് എത്തിച്ചേർന്നതാണ്. വളരെ ഇതാണ്, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രദേശത്തു നിന്നാണ് മനസ്സിലാകുന്നത്. ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറാറുണ്ട് പുഴയുണ്ട്, പക്ഷെ ഇത്ര പെട്ടെന്ന് അങ്ങനെ എത്താറില്ല. ഇല്ല, ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രളയകാലത്ത് ഇതുപോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിന് ശേഷം ഇപ്പോൾ ഈ വർഷമാണ് ഇങ്ങനെ ഇതുണ്ടായിട്ടുള്ളത്. നമ്മളൊക്കെ ഇതിലുള്ള യാത്രക്കാരാണ്, പലപ്പോഴായിട്ട് ഇതിലെ യാത്ര ചെയ്യുന്നതാണ്. വയനാട്ടിലേക്കായിരുന്നാലും മറ്റ് അടിവാര ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നതായിരുന്നു. പ്രളയ സമയത്താണ് അല്ലേ? പ്രളയ സമ്മാനമാണ്. അതെ, ഞങ്ങൾ ഈങ്ങാപ്പുഴ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ട്, പച്ചക്കറിക്കടയുണ്ട്. ഇവിടുത്തെ കർഷകരുടെ എല്ലാവരും കൂടെ ആണത്.
അവിടെ ഇന്ന് ഇതാ ചന്തയാണ്. ആ ചന്തക്ക് വിൽക്കാൻ വെച്ച എല്ലാ സംഭവവും നഷ്ടപ്പെട്ടു. റോയി എന്ന് പറഞ്ഞ ഒരാളാണ് സംഭവം നടത്തുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു. പുള്ളിട്ട് വന്നിട്ടില്ല, പുള്ളിക്ക് വരാൻ പറ്റിയില്ല. പുള്ളി താമസിക്കുന്ന വീടും മൊത്തം വെള്ളത്തിലാണ്. ഈങ്ങാപ്പുഴ അങ്ങാടിനുള്ളിൽ സ്റ്റാൻഡിനുള്ളിൽ മൊത്തം നഷ്ടം വന്നത്. ഒന്നും പോയിട്ടില്ല. അതാ സ്ഥിതി ഇന്നത്തെ. എന്താ ചെയ്യുക അങ്ങനെ വന്നാൽ? ഈ ബാക്കി സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടോ? ബാക്കി സാധനങ്ങളൊക്കെ മാറ്റി ഇവിടുന്ന്? എൻ്റെ വീട് കുറച്ച് അപ്പുറേ. സാധനങ്ങളൊക്കെ മാറ്റി. സാധനങ്ങൾ ഏകദേശം മാറ്റിയത്. ഒന്നാമത് ഈ ഹെൽത്ത് സെൻ്ററൊക്കെ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരുന്നു. പക്ഷേ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ക്ലിയറായി വരണേ കുറച്ച് ടൈം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രയാസമാവുമല്ലേ? അതെ, പ്രയാസം തന്നെയാണ്. ഇവിടെ വീടുകളിലൊക്കെ വെള്ളം കയറി ആകെ നാശമായി കിടക്കുകയല്ലേ. പിന്നെ ഇപ്പോൾ തന്നെ ഒരു ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞ മക്കൾ ഇവിടെ കുടുങ്ങിയിട്ട് ഞാനാണ് ഇവരെ ഈ വണ്ടി കയറ്റി അതിലെങ്ങനെ 4 സെൻറ്റ് കോളനി വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവരെന്ത് ചെയ്ത് മക്കളെ അന്വേഷിച്ചിട്ട് ഈ സ്റ്റേഷനിലേക്ക് വിളിച്ച് അന്വേഷിച്ചിട്ട് പരാതിപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ വീട്ടുകാർക്ക് അറിയില്ല മക്കളെവിടെ പോയി. ഇതിപ്പോൾ ഞാൻ 3 എണ്ണത്തിന് അവിടെ 4 സെൻറ്റ് കോളനി കൊണ്ടുപോയി അവരെ വീട്ടുകാരെ ഏൽപ്പിച്ച് ഫോട്ടോ എടുത്ത് കോളനിക്ക് വിട്ട് ട്രൈബൽ ഹോസ്റ്റലിലേക്ക് വിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം വരുന്നത്. അതുപോലെ പല രീതിയിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഓരോരുത്തർ അനുഭവിക്കുന്നു. പ്രത്യഭാഗത്ത് എത്ര വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടാക്കണം? അവിടെ മേഖലയിലാണ്, അതായത് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയാണ്. വയനാട് പോകുന്ന വഴിക്കുള്ള ദേശീയപാതയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ രാഹുൽ KV കാണിച്ചു തരുന്നത്.